ഹലോ മച്ചമാര്, നമ്മളിന്ന് നേരെ പോണത് നമ്മുടെ കൂട്ടുകാരൻ്റെ പിറന്നാളായതിന്റെ നല്ല സർപ്രൈസ് കൊടുക്കാനുള്ള പോകാം. വേറെ എവിടെയല്ലേ, നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള അസ്ത പറഞ്ഞ ഷോപ്പിലാണ് പോകുന്നത്. ക്യാമറ ഓൺ ആയി കഴിഞ്ഞപ്പോൾ രണ്ടും കൂടി ഭയങ്കര ക്യൂട്ട്നെസ് ആയിട്ടില്ല. ക്യൂട്ട്നെസ് ഇട്ട് മെഴുകിക്കൊണ്ടിരിക്കുക ജോയൽ അവിടെ. തുണിക്കടയിൽ പോയി കഴിഞ്ഞാൽ ആദ്യം മൂപ്പര് വുമൺ സെക്ഷനിലെ പോവുക, പിന്നെ അവിടെ നിന്ന് മൂപ്പര് പൊക്കി കൊണ്ടുവരണം. നമ്മൾ പിറന്നാൾ ഗിഫ്റ്റ് ആയിട്ട് എന്ത് വാങ്ങി വെച്ചപ്പോൾ ഷെഡ് വാങ്ങി വെച്ചപ്പോൾ അവൻ പിന്നെ ഷെഡ് ഇടാത്തതുകൊണ്ട് പിന്നെ അത് വേണ്ട പറഞ്ഞു. ഇതൊന്നും വാങ്ങാനുള്ളത് അല്ലെങ്കിൽ അതിന്റെ വിലകളൊക്കെ നോക്കി വെറുതെ നടക്കുമ്പോൾ ഒരു മനസ്സ്. ലാസ്റ്റ് 1 മണിക്കൂർ നോക്കി ഒരു ഷർട്ട് എടുത്തോട്ടോ. നമ്മുടെ ചെക്കിന്റെ പരിപാടി ആകുമ്പോൾ വെറും ഒരു ഷർട്ടിൽ മാത്രം ഒതുക്കാൻ പറ്റില്ലല്ലോ, നേരെ പോയിട്ട് കേക്ക് എടുക്കാൻ പോയി. കേക്കിൽ നല്ല എന്തെങ്കിലും ഡിസൈൻ ചെയ്യേണ്ടതുകൊണ്ട് ഓൻ്റെ ഒരു ഫോട്ടോ നമുക്ക് ചെയ്ത് കൊടുക്കാമെന്ന് മൂപ്പര് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ ഞങ്ങളും മൂപ്പരത്ത് ഒരു നല്ലൊരു ഫോട്ടോ ഞങ്ങൾ അയച്ചു തരാം, നിങ്ങളത് ചെയ്തോളി അവിടെ ഇരുന്നിട്ട് പറഞ്ഞു. ബേസിന്റെ കാട്ടിക്കൂട്ടിലാണ്ട് അവൻ ഇതിനു മുമ്പ് ചെയ്ത് നല്ല പരിചയമുള്ളത് അവന്റെ വിചാരം. ഒരു തേങ്ങ അറിയില്ലും പിന്നെ നമ്മൾ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ചെയ്യേണ്ടി ഒന്നും നോക്കിയില്ല. നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് മൂപ്പറിന്റെ ചെക്കനെ കാണാൻ മരം കുത്തി പോലെ ഉണ്ടെങ്കിലും ചെക്കൻ സൂപ്പറാ. കേക്കിന്റെ കൊടുത്തിട്ട് സമയം വരുന്ന പറഞ്ഞപ്പോൾ ജോലി പറഞ്ഞു മതിയില്ലാണ്ട് എന്ത് പരിപാടിന്ന്. നേരെ മൂപ്പര് പോയി എടുത്ത് നല്ല ബഡ്ഡീസറിന്റെ പേര് അതെടുത്തിട്ട് ഓനെ ബില്ലിങ്ങിന് വിട്ടിട്ട് നമ്മൾ കേക്ക് വാങ്ങാൻ പോയി. കേക്കാണെങ്കിലോ സൂപ്പർ കേക്ക്, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. കേക്കിനെക്കാട്ടിലും ഭംഗി നമ്മുടെ ചെക്കന്റെ ഫോട്ടോ ആയിരുന്നു അതിൽ. നമ്മുടെ കൂടുതൽ റിച്ച് എപ്പോഴും ബേസ് ആയതുകൊണ്ട് ഓൻ എപ്പോഴും ബില്ല് കൊടുക്കും. എന്നാൽ പിന്നെ ചെക്കനെ എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കാൻ നമ്മൾ നേരെ വിട്ട് വീട്ടിക്ക്. ഇവനൊക്കെ ഒരു ബീർ അടിച്ചാലേ ഡോസ. ഈ കാണുന്നതാണ് നമ്മുടെ പിറന്നാളേരൻ. ഇവന് പിന്നെ എത്ര അടിച്ചാലും പിന്നെ വലിയ സീനില്ല. പിറന്നാളായിട്ട് മദ്യം കേക്കും മാത്രം പോരല്ലോ, ഫുഡാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഇതാണ് നമ്മുടെ പോള് പറഞ്ഞ മെയിൻ ഷെഫാണ്. ഇവരെല്ലാം കാത്തിരിക്കുന്നത് പോളിന്റെ കുക്കിന് വേണ്ടിയിട്ട്. ഈ കേട്ടത് കോളിംഗ് ബെല്ല് അടിച്ചല്ലേ നമ്മുടെ ബേസിൽ ചെറിയ. നമ്മൾ ആദ്യമായിട്ടാണ് പോളിന്റെ ഫുഡ് കഴിക്കാൻ പോകുന്നത്. എല്ലാവരും പറഞ്ഞു കേട്ട അറിവ് നമുക്കുള്ളൂ. പോള് ഭയങ്കര കുക്ക, പോളിന്റെ കൈപ്പുണ്യം വേറെ ലെവലാന്നൊക്കെ. എന്നാൽ പിന്നെ നമുക്കത് കാണണല്ലോണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാത്തിരുന്ന് വിശക്കിരിക്കുമ്പോഴാണ് സുധീഷ് ബാഗിലുള്ള ആരും കാണാണ്ട് സാധനം എടുത്ത് പുറത്തിട്ട്. വേറെ ഒന്നല്ല കേട്ടോ, KFC ചിക്കൻ. ആരും ഉണ്ടെന്നാണ് നമ്മുടെ ഡെൽവിൻ. പിന്നെ ബർത്ത്ഡേക്കാരൻ ഞെട്ടിക്കാൻ വേണ്ടി ബേസിൽ കേക്ക് കൊണ്ടുവന്നു. ഓൻ ഞെട്ടിയൊന്നില്ല. കേക്ക് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അടുക്കളയിലാണ്. എന്താ സംഭവം നോക്കിയപ്പോൾ പോളിന്റെ ഫുഡ് ആയിരുന്നു. എന്നാൽ പിന്നെ കഴിച്ചതിന്റെ റിവ്യൂ പറയാനുണ്ട്. നേരെ എല്ലാവർക്കും ഓരോ പ്ലേറ്റ് എടുത്ത് ഒന്നും പറയാനില്ല മച്ചന്മാരെ, നല്ല ഫുഡാണ്, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എല്ലാവർക്കും അടുത്ത വീഡിയോ കാണായിരിക്കും. ബൈ 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 ബൈ.